സദ്വിശരണം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുരുമാർഗം പ്രകാശയുടെ ട്രഷറായിരുന്ന അജിത് കുമാർ അദ്ദേഹം ഉന്നയിച്ച അദ്ദേഹം പറഞ്ഞ കേസുകളുടെ കാര്യത്തെക്കുറിച്ചാണ്. അദ്ദേഹം അവ്യക്തമായതും അപൂർണമായ ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഗുരുമാർഗം പ്രകാശം നിലവിൽ വന്നിട്ട് അല്ലെങ്കിൽ മുൻപേ എന്തെല്ലാം കേസുകളാണ് ഏറ്റെടുത്ത് നടത്തിയിരുന്നതെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഏകദേശ കാര്യങ്ങൾ പറഞ്ഞു തരാം. എന്നിട്ട് പിന്നീടുള്ള വീഡിയോകളിൽ ഓരോ കേസിനും പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, വിധി വന്ന കേസുകളെക്കുറിച്ച് പൂർണ്ണമായിട്ടും വിധി വരാതെ ഇപ്പോഴും കോടതിയിൽ നിലനിൽക്കുന്ന കേസിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്ന കാര്യങ്ങളും പറഞ്ഞു തരാം. ഇപ്പോൾ ഓടെ എന്തൊക്കെ കേസുകൾ കൊടുത്തിട്ടുണ്ട്, കാരണം അജിത് കുമാറിൻ്റെ തന്നെ ഒരു വോയിസ് കോട്ട് ചെയ്ത് വേണം ഇത് സംസാരിക്കാനായിട്ട്. കാരണം അദ്ദേഹം അത് പറഞ്ഞത് കൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്. അത് അദ്ദേഹം ഒരു ഗ്രൂപ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ എനിക്കിത് അവതരിപ്പിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് കേട്ടിട്ട് നമുക്ക് ഗുരുമാർഗം പ്രകാശ് സഭയുടെ കെയർ ഓഫിൽ നടന്ന അല്ലെങ്കിൽ ഗുരുമാർഗം പ്രകാശ് സഭയുടെ സഹായത്തോടെ നടത്തിയ ഓരോ വ്യക്തികൾ നടത്തിയ കേസുകളെക്കുറിച്ചുള്ള ഡീറ്റെയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആ വോയിസ് ഒന്ന് നമുക്ക് കേൾക്കാം. ഓക്കെ, മനസ്സിലായി. രണ്ട് കേസാണ് നിങ്ങൾ പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ എഴുതുന്നതിന് എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക് വേണ്ടി അവരെ പോലീസ് ഹരാസ്മെൻറ്റിന്, ഞാൻ പറഞ്ഞുതരാം, പോലീസ് ഹരാസ്മെൻറ്റ് ഇന്ന വ്യക്തികളെ ചെയ്യുന്നു, പോത്തൻകോട് സ്റ്റേഷനിൽ നിന്നും മറ്റു സ്റ്റേഷനിൽ നിന്നും, അത് ഇനി ആവർത്തിക്കാൻ പാടില്ല, കൃത്യമായ തെളിവുകളില്ലാത്ത കേസുകൾക്ക് ആരെയും വിളിച്ചു വരുത്തത് എന്നുള്ള ഒരു വിധി ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഗുരുമാർഗം പ്രകാശ് സഭയുടെ വേണ്ടി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് ആദ്യത്തെ നമ്മൾ കൊടുത്ത പേപ്പറാണ്. ആദ്യം അത് ജയിച്ചിട്ടുണ്ട്, അത് ശരിയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്തതെന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന പത്മപ്രകാശ സ്വാമിയുടെ എതിരെ പത്മപ്രകാശ സ്വാമി ഒരു സ്ത്രീ പീഡന കേസിൽ കുരുക്കാൻ ശ്രമിച്ച സമയത്ത് അതിൽ നീങ്ങിയിട്ട് സ്വാമിക്ക് ഉപദ്രവം ഉണ്ടെന്ന രീതിയിലും സ്വാമിയെ ആവശ്യമില്ലാത്ത രീതിയിൽ ഉപദ്രവിക്കാൻ പാടില്ലെന്ന രീതിയിൽ ഒരു വിധി വന്നിട്ടുണ്ട്. ഇത് രണ്ട് വിധി, മൂന്നില്ലല്ലോ, രണ്ടെണ്ണം അല്ലേ? മൂന്നെന്ന് പറഞ്ഞത് മൂന്നാമത്തെ ഏതാണ് പറയൂ? ഇത് രണ്ടും. അപ്പം ഇത്രയും നാളായിട്ട് രണ്ട് കേസിലെ വിധി വാങ്ങിച്ചിട്ടുള്ളൂ അല്ലേ? മനസ്സിലായില്ലേ? ഇനി എത്ര കേസ് ഉണ്ടെന്നറിയാമോ? ഏതൊക്കെ കേസ് കൊടുത്തിട്ടുള്ളതെന്ന് അറിയാമോ? അല്ലെങ്കിൽ ഞാൻ പറയാം. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ജന്മഗൃഹം പൊളിക്കരുതെന്ന് പറഞ്ഞ് കൊടുത്തതാണ്. അത് ഗുരുമാർഗം പ്രകാശ് സഭ വന്നതിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പേ കൊടുത്തതാണ്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൊടുത്തതെന്ന് പറഞ്ഞാൽ പിന്നെ കൊടുത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പേര് വെച്ചുകൊണ്ട് ഒരു കേസ് കൊടുത്തു. അതായത് പർണശാല രീതിയിൽ അനധികൃത പണം പിരിച്ചു എന്ന് പറഞ്ഞ കേസ്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാസ് പെറ്റീഷൻ എന്ന രീതിയിൽ കുറച്ച് പേരുടെ, രാജേന്ദ്ര പ്രസാദ് സാറും മഹേഷ് ഏട്ടനും ഒക്കെ ഉൾപ്പെടുന്ന കുറച്ച് പേരുടെ പേര് വെച്ചിട്ട് ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അതിൽ പിന്നെ ഒരുവിധ കാര്യവും നീക്കിയിട്ടില്ല. ഒരുവിധ കാര്യവും ഇന്ന് വരെ അത് നീക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിന് പിന്നെ ആ വക്കീലിനെ കാണാനോ അതിൻ്റെ കാര്യത്തിൽ പുനർനടപടി എടുക്കാനോ ചന്ദ്രബാബു ഒന്നും ചെയ്തിട്ടില്ല. അതാണ് അടുത്ത കേസ്. പിന്നെ അതായത് ഇതിൽ വ്യക്തിപരമായിട്ട് സ്വാമിക്ക് പ്രൊട്ടക്ഷൻ എടുത്തു എന്നൊക്കെ പറയുമ്പം അത് വ്യക്തികളുടെ കാര്യത്തിന്, പൊതുവായ ഒരു താല്പര്യത്തിന്, ഗുരുമാർഗം സ്ഥാപിക്കുന്ന ആവശ്യത്തിന് ആ കേസല്ല. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ജന്മഗൃഹം പൊളിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് ചന്ദ്രബാബു ഇനിഷ്യേറ്റീവ് എടുത്ത് കൊടുത്തതല്ല. അതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്തത് വേറെ വ്യക്തികളാണ്. നേരത്തെ ഞാൻ പേര് പറഞ്ഞിട്ടുണ്ട് അവരുടെയൊക്കെ. അവരുടെ ഇനിഷ്യേറ്റീവിൽ ചന്ദ്രബാബുവിൻ്റെ ആ കുടുംബത്തിൽ ജനിച്ചു എന്നുള്ള അവകാശം മാത്രം യൂസ് ചെയ്തു. അതൊരു കോടതിയിൽ നിയമത്തിൻ്റെ മുമ്പിൽ ഒരു പഴുതിനെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ള ഉപയോഗത്തിൽ ചന്ദ്രബാബുവിനെ ഉപയോഗിച്ച് കൊടുത്തു. അപ്പോൾ ഇതാണ് അജിത് കുമാർ വി പറഞ്ഞൊരു വിശദീകരണം. കാരണം എക്സിക്യൂട്ടീവ് ആൾ ചോദിച്ചു 3 കേസിൽ വിധി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ അജിത് കുമാർ പറയുന്ന 2 കേസിൽ വിധി വന്നിട്ടുണ്ടെന്നാണ്. അതിൻ്റെ വിശദമായ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. എന്ന് വെച്ചാൽ ഇപ്പോൾ കേസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പോകാം. ബാക്കിയുള്ള ഓരോ കേസിനെ കുറിച്ചുള്ള വിശദവിവരങ്ങൾ ഇനിയുള്ള വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ ആ കേസിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇദ്ദേഹം പറയും പോലെ ആദ്യമായിട്ട് നമ്മൾ കൊടുത്ത കേസ് എന്ന് പറയുന്നത് ഈ പത്മപ്രകാശ് സ്വാമിയുടെ സ്ത്രീപീഡന കേസോ അല്ലെങ്കിൽ മറ്റുള്ള കേസോ ഒന്നുമില്ല, പോലീസ് ഹറാസ്മെൻറ്റിൻ്റെ കേസൊന്നുമല്ല. ആദ്യമായിട്ട് ഗുരുമാർഗം പ്രകാശം നിലവിൽ വന്നപ്പോൾ കൊടുത്ത കേസ് എന്ന് പറയുന്നത് അത് ബൈലോകൾക്ക് വേണ്ടിയാണ്, ശാന്തിരാശ്രമത്തിൻ്റെ. ആ ബൈലോകൾക്ക് വേണ്ടി കൊടുത്ത കേസ് പിന്നെ ഒത്തിരി താമസം വന്നപ്പോഴാണ് മറ്റുള്ള കേസിൻ്റെയൊക്കെ ഡേറ്റുകൾ മുൻപിലായിപ്പോയത്, വിധി വന്നതൊക്കെ. നമ്മൾ ആ കേസിന് വേണ്ടിയുള്ള വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്തിട്ട് ആ കേസ് ഒത്തിരി ലേറ്റായാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തത്. അത് നമ്മുടെ പ്രസിഡൻറ്റ് ശശി ഉദയവാന ചേട്ടൻ്റെ കെയർ ഓഫിലുള്ള ഒരു ബന്ധുവിൻ്റെ കെയർ ഓഫിൽ പോയ ഒരു അഡ്വക്കറ്റിൻ്റെ അടുത്ത് പോയപ്പോഴുള്ള സംഭവിച്ചൊരു കാര്യമാണത്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം.
ഇപ്പോൾ പറഞ്ഞു പോകുന്നത് വെച്ചാൽ ആദ്യമായിട്ട് നമ്മൾ ശ്രമിച്ചത് ബൈലോകൾക്ക് വേണ്ടിയാണ്. ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഗുരു ശരീരത്തോട് ഇരുന്നപ്പോൾ ആദ്യമായി രജിസ്റ്റർ ചെയ്ത 1978 മുതൽ ഇന്ന് വരെയുള്ള ബൈലോകൾ കിട്ടണമെന്നും പറഞ്ഞാണ് ആ 2021 കൊടുത്ത്. WPC നമ്പർ 18-253/2021. ആ കേസ് ഫയൽ ചെയ്തത് പക്ഷേ എന്താ പറയുക 7/9/2022 ആ കേസ് ഫയൽ ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യം അപ്പോൾ കൊടുത്തതെന്ന് വെച്ചാൽ വ്യക്തികൾ ഗുരുമാർഗം പ്രകാശ് സഭയുടെ ബൈലോയിലെ പ്രഖ്യാപിത നയങ്ങളിലൊന്നാണ് ശാന്തിഗിരി ആശ്രമത്തിൽ ഗുരുവിൻ്റെ ആശയത്തെ വെച്ചുകൊണ്ട് ആരെങ്കിലും ചതിക്കുകയോ വഞ്ചിക്കുകയോ പറ്റിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കുമെന്നുള്ളത്. അത് മറ്റുള്ള ലക്ഷ്യങ്ങളുടെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് നിയമസഹായം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബൈലോകളിൽ തന്നെ ഒത്തിരി തിരിമറികൾ നടന്നിട്ടുണ്ട് ബൈലോയിൽ. അപ്പോൾ ആ ബൈലോയുടെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ബൈലോ നമ്മൾ എടുക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ആ ബൈലോ ഇന്നും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ബൈലോയുടെ കേസ്. അപ്പോൾ അതുകൊണ്ട് അത് നിലനിൽപ്പിലുള്ള കേസാണ്. അടുത്തെന്ന് പറഞ്ഞാൽ പത്മപ്രകാശ് സ്വാമിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയുള്ള ഒരു കേസാണ്. കാരണം ശാന്തിഗിരി ആശ്രമത്തിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് ജീവൻ രക്ഷാർത്ഥം ഓടിയായിരുന്നു. ഈ അമൃതാജിൻ്റെയും ഗുരുരത്നസ്വാമിയുടെയും ഗുണ്ടകളുടെ ഭീഷണി മൂലം ഓടി 1 വർഷത്തോളം അദ്ദേഹം ഒളിവിൽ താമസിച്ചിട്ട്. അപ്പോൾ കുറേ പരാതികൾ അദ്ദേഹത്തിൻ്റെ അനിയൻ കൊടുത്തു, ബിനീഷ് കൊടുത്തു, എന്നെ പോലെ ഒരാൾ മിസ്സിങ് ആണ്, അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് കൊടുത്ത പരാതികളുടെ പുറത്ത് അദ്ദേഹത്തിന് വീണ്ടും ഇവിടെ തിരിച്ച് കേരളത്തിൽ വന്നപ്പോൾ ജീവൻ ഭീഷണികളുകൊണ്ട് അദ്ദേഹം DGPക്ക് പരാതി കൊടുത്തു, മുഖ്യമന്ത്രി കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും കൊടുത്തതിൻ്റെ ബേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്തു. WPC നമ്പർ 17-388/2021. അത് കൊടുത്തത് ഫയൽ ചെയ്തത് 26/8/2021 ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഫയൽ ചെയ്തത്. ആ കേസിൽ കേസ് നടന്നു, അതിന് പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്തു അദ്ദേഹത്തിന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉള്ള ഇതെന്ന് പറഞ്ഞാൽ, അത് കഴിഞ്ഞിട്ട് വന്ന കേസെന്ന് പറഞ്ഞാൽ ഈ വിനീഷ്, മഹേഷണ്ണൻ, അജിത് കുമാർ ഈ 3 പേരെയും പോലീസ് വിളിച്ചിട്ട് നിരന്തരം ഈ ശാന്തിഗിരിനെ കുറിച്ച് എഴുതുന്നു, വാട്സാപ്പിൽ എഴുതുന്നു. അല്ലെങ്കിൽ വിനീഷ് എന്ന് പറഞ്ഞാൽ പത്മപ്രകാശ് സ്വാമിക്ക് വേണ്ടി കേസ് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പരാതിയുടെ ബേസിലാണ് അദ്ദേഹത്തിന് പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടിയത്, അത് വേറെ കാര്യം. അപ്പോൾ ആ പരാതി കൊടുത്തതിൻ്റെ പിന്നിലുള്ള കാര്യം വെച്ചെന്ന് പറഞ്ഞാൽ എപ്പോഴും എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തുന്നു, മൊഴിയെടുക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പോലീസ് ഹറാസ്മെൻറ്റ് വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ മഹേഷിൻ്റെ പേരിൽ 2 FIR ഇടുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് FIR ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊണ്ടുപോയി കൊടുത്തു. പോലീസ് ഹറാസ്മെൻറ്റിന് എന്താ പറയുക, ഹറാസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ പോലീസും ബുദ്ധിമുട്ടിക്കുന്നു അനാവശ്യമായിട്ട്. മെറിറ്റില്ലാത്ത കേസിലൊക്കെയാണ് പോലീസ് വിളിച്ചു വരുത്തി. കാരണം ശാന്തിഗിരി ഒരു തുണ്ട് പേപ്പറിൽ കൊണ്ടുപോയി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് വിളിക്കുന്നു, അല്ലെങ്കിൽ അപ്പം തന്നെ FIR ഇടുന്നു, കോടതിയിൽ കൊടുക്കുന്നു, ബുദ്ധിമുട്ടിക്കുന്നു. അപ്പോൾ അതിനു വേണ്ടി കൊടുത്ത WPC നമ്പർ 17-818/2021 അത് ഫയൽ ചെയ്തതെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഫയൽ ചെയ്തതെന്ന് വെച്ചാൽ 2/9/2021. ഈ 3 കാര്യങ്ങൾക്കാണ് അനുകൂല വിധി കിട്ടിയത്. മനസ്സിലായ? 3 എന്ന് വെച്ചാൽ പത്മപ്രകാശ് സ്വാമിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ, ബിനീഷ്, മഹേഷ് കുമാർ, അജിത് കുമാർ അടുത്ത കേസ്, അടുത്ത പെറ്റീഷൻ ഫയൽ ചെയ്തതെന്ന് വെച്ചാൽ അതിൽ അനുകൂല വിധി കിട്ടുന്നു. കാരണം മെറിറ്റുള്ള കേസുകളെ പോലീസ് വിളിച്ചു വരുത്തി മൊഴിയെടുക്കാൻ പാടില്ല. അത് നോട്ടീസ് നൽകി മാത്രമേ വിളിച്ചു വരുത്താവൂ. അല്ലാതെ ഫോണിലൂടെ ഇവിടെ വാടാമെന്നും പറഞ്ഞൊന്നും വിളിച്ചു വരുത്താൻ പറ്റത്തില്ല. താങ്കൾ ഇവിടത്തോളം വരണം, മാന്യമായി പെരുമാറി മാന്യമായ രീതിയിലുള്ള മൊഴിയെടുക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ എന്ന് വെച്ചാൽ 13 പേർക്കുള്ളതാണ്, അതും പോലീസ് ഹറാസ്മെൻറ്റാണ്. അത് വേറൊരു വിഷയത്തോടനുബന്ധിച്ച് വന്നപ്പോൾ ആ വിഷയത്തോടനുബന്ധിച്ച് ഉള്ളൊരു കാര്യത്തിലാണ് ആ പോലീസ് ഹറാസ്മെൻറ്റിന് നമ്മൾ കൊടുത്തത്. അങ്ങനെ 3 അനുകൂല വിധികളാണ്. അപ്പം 3ാമത്തെ വിധി എന്ന് പറഞ്ഞാൽ 13 പേർക്ക് അനുകൂലമായിട്ടുള്ള വിധിയാണ്. കാരണം വെച്ചാൽ ഇത് സെയിം തന്നെ എന്ന് വെച്ചാൽ പോലീസ് ഹറാസ്മെൻറ്റ് ചെയ്യാൻ പാടില്ല. ഈ ഗുരുമാർഗം പ്രകാശ സഭയുടെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരെയാണ് അവരെല്ലാം 13 പേരെന്ന് പറഞ്ഞാൽ. ആ സമയത്ത് ഒന്ന് ബിജു നെല്ലിക്കോട്ട് പോയിൽ, ഒന്ന് രാജേഷ് മോഹൻ എന്ന് വെച്ചാൽ നമ്മുടെ രാജേഷ് നേതാജി, പിന്നെയുള്ള ആൻഡ്രൂസ് EV, സ്വാമിദാസ്, അനൂപ് T എന്ന് വെച്ചാൽ ബിനു എന്ന് പറയും കോട്ടയത്ത, പിന്നെ ഷിനു N, പിന്നെ ഷാജി P നമ്മുടെ മണികണ്ഠൻ ചേട്ടൻ, പിന്നെ രാജേഷ് MP, രാജേഷ് ശ്രീഗുരു എന്ന് അറിയപ്പെടുന്ന രാജേഷ് MP, പിന്നെ അടുത്തത് ചന്ദ്രബാബു എന്ന് പറയുന്ന ഞാൻ, പിന്നെ എൻ്റെ അനിയൻ വിനോദ്, പിന്നെ ജിതേഷ് കണ്ണൻ,
ജിത്തു, പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ശശി ഉദയഭാനു, ഗുരുമാർഗം പ്രകാശയുടെ പ്രസിഡൻറ്റ്. ഇത്രയും 13 പേർക്ക് എതിരെ ശാന്തിഗിരിയിൽ നിന്ന് എന്തെങ്കിലും പരാതികൾ കിട്ടിയാൽ ആ പരാതികളുടെ കഴമ്പുണ്ടെങ്കിൽ മാത്രം, എന്ന് വെച്ചാൽ മെറിറ്റ് നോക്കി മാത്രം, അതിൽ കാര്യമുണ്ടെങ്കിൽ മാത്രം നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തുക, മാന്യമായിട്ട് പെരുമാറുക, FIR ഇടേണ്ടതാണെങ്കിൽ ഇടുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഒരു തുണ്ട് പേപ്പറിൽ കുറിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ, കാരണം അങ്ങനെ ഒത്തിരി FIR ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കേസുകൾക്ക് 3 കേസുകൾക്ക് അനുകൂല വിധി നമുക്ക് കിട്ടിയതാണ്. 2 കേസുകൾക്കല്ല, 3 കേസുകൾക്ക് കിട്ടിയതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അജിത് കുമാറിൻ്റെ കേസാണ്. ഈ അജിത് കുമാർ പറയുന്നുണ്ട്, അജിത് കുമാറിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ അജിത് കുമാറിൻ്റെ വീട്ടുകാരെ പറ്റിച്ച് 25 സെൻറ്റ് സ്ഥലം ആശ്രമം തട്ടിയെടുത്തിട്ട് അത് മറിച്ചു വിറ്റു. എന്ന് വെച്ചാൽ അവരുടെ സ്വത്ത് ആശ്രമം ഈ പർണശാല, കാരണം സ്വർണ്ണ വിഗ്രഹം, പിന്നെ ലോട്ടസ് പർണശാല എന്നൊക്കെ പറഞ്ഞ് കോടികൾ പിരിക്കുകയും കിലോ കണക്കിന് സ്വർണ്ണങ്ങൾ സമാഹരിക്കുകയും ചെയ്തു വിശ്വാസത്തിൻ്റെ. അപ്പോൾ അത് സമാഹരിക്കുന്ന കൂട്ടത്തിൽ ഇതേപോലെ സ്ഥലങ്ങളും ഒത്തിരി ആൾക്കാരെ ഇവർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ അജിത് കുമാർ ഒരു പരാതി കൊടുത്ത് DGP കൊടുത്ത്, മുഖ്യമന്ത്രി കൊടുത്ത്, പരാതി കൊടുത്തതിൻ്റെ ബേസിൽ പോത്തങ്കോട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് അതിൻ്റെ മൊഴി കൊടുത്തതിന് ശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ WP ക്രിമിനൽ നമ്പർ 249/2022 പ്രകാരം 16/3/2022 ഒരു കേസ് ഫയൽ ചെയ്തു, ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. അതിൻ്റെ പ്രോസസ്സ് നടക്കവേ ഇതിൻ്റെ അനുബന്ധ രേഖകൾക്ക് വേണ്ടി, ഈ പ്രോപ്പർട്ടിയുടെ രേഖകൾക്ക് വേണ്ടി പാമ്പാടി സബ് രജിസ്റ്റർ ഓഫീസിൽ ഗുരുമാർഗം പ്രകാശ് സഭയുടെ പേരിൽ അക്കൗണ്ടിൽ നിന്ന് പണമടച്ചിട്ടുണ്ട്. പണമടച്ച് 820 രൂപ അടച്ചിട്ട് അതിൻ്റെ രേഖകൾ മേടിച്ചുകൊണ്ട് വരാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കാത്തത് കൊണ്ട് ആ കേസിൻ്റെ എന്ന് വെച്ചാൽ മുന്നോട്ട് പോകാൻ സാധിക്കാതെ നിൽക്കും. അതിനനുബന്ധമായിട്ടുള്ള മാസ് പെറ്റീഷൻ എന്ന് പറഞ്ഞാൽ മാസ് പെറ്റീഷൻ കൊടുത്തിട്ട് അതിൻ്റെയും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. കാരണം വെച്ചാൽ മാസ് പെറ്റീഷൻ കൊടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ മഹേഷ് അണ്ണൻ ഉൾപ്പെടെ എല്ലാവരും ഈ സംഘടനയിൽ ഗുരുമാർഗം പ്രകാശ് സഭയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം മഹേഷ് അണ്ണൻ്റെ നേതൃത്വത്തിൽ ഉള്ള ആൾക്കാർ മാറിപ്പോയപ്പോൾ അതിലുള്ള രാജേന്ദ്ര പ്രസാദ് സാറുള്ളടക്കം 21 പേരാണ് ഈ മാസ് പെറ്റീഷനിൽ ഒപ്പിടുകയും ഈ മാസ് പെറ്റീഷനിൽ അനുബന്ധ രേഖകൾ കൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാനെന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാരെ ക്രോഡീകരിച്ച് കിട്ടാത്തത് കൊണ്ട് ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതിരിക്കുകയും, അതുകൂടാതെ അജിത് കുമാർ പറഞ്ഞതുപോലെ ചന്ദ്രബാബു നീക്കാത്തതല്ല കുഴപ്പം, അജിത് കുമാർ അവിടെ പോയി അവരുടെ ബന്ധത്തിലുള്ള ആ വസ്തു, അവരുടെ ആണല്ലോ വസ്തു, ആ വസ്തുവിൻ്റെ ഡീറ്റെയിൽ അതിൻ്റെ രേഖകൾ കൊണ്ടുവന്ന് തരാത്തത് കൊണ്ട് ചന്ദ്രബാബുവിൻ്റെ അഡ്വക്കറ്റിനോ അത് മുന്നോട്ട് നീക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ജന്മഗൃഹത്തിൻ്റെ കേസാണ്. ജന്മഗൃഹം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ജന്മഗൃഹം പൊളിക്കാൻ പോകുന്ന സമയത്ത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് സംസാരിക്കാം. ഓരോ കേസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ കൃത്യമായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് വെച്ചാൽ എൻ്റെ അച്ഛനും അച്ഛൻ്റെ പെങ്ങളുടെ മകനും കൂടിയാണ് ജന്മഗൃഹം പൊളിക്കാൻ പോകുന്നു. ശാന്തിഗിരി പർണശാല പൊളിച്ചതുപോലെ, പർണശാല ഒരു കാലത്തും പൊളിക്കൂലെന്ന് പറഞ്ഞിട്ട് ആ പർണശാല പൊളിച്ചതുപോലെ അവരെ മാസികകളിലെല്ലാം ഇറക്കിയതാണ്. ദർശനം കിട്ടിയെന്നും പറഞ്ഞ് പർണശാല ഒരു കാലത്തും പൊളിക്കില്ല, പർണശാലക്ക് ഒരു ആവരണ സൗധം, ആ എക്കാലത്തും തേജോഹരമായിട്ട് നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു ആവരണ സൗധം പണിയുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആ മറപിടിച്ചുകൊണ്ട് എന്ത് ചെയ്ത് പൊളിച്ചു കളഞ്ഞു. അത് ആൾക്കാരെ കണ്ണിൽ പൊടിയിട്ടു, വിശ്വാസത്തിനെ പറ്റിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ടാണ് ആ പർണശാല പൊളിച്ചു കളഞ്ഞത്. അപ്പോൾ അതുപോലെ ഒരിക്കലും ജന്മഗൃഹത്തിൻ്റെ കേസിൽ ഉണ്ടാകരുതെന്ന് ഗുരു ആഗ്രഹിച്ചിട്ടുണ്ട്. അതിനനുബന്ധമായിട്ടുള്ള രേഖകൾ ഗുരു ശരീരത്തോട് ഇരുന്നപ്പോൾ തന്നെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ജന്മഗൃഹത്തിൻ്റെ ഒരു കേസ് 2019 എൻ്റെ അച്ഛനും അച്ഛൻ്റെ പെങ്ങളുടെ മകനെ കൊണ്ടും നമ്മുടെ ഉഷാം ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പണസമാഹരണം കൊണ്ടും അജിത് കുമാറും ഉണ്ട് അതിൽ. അജിത് കുമാർ അതിൽ അഹോരാത്രം പണിയെടുത്താണ് ആ ജന്മഗൃഹം നിലനിൽക്കാൻ വേണ്ടി. കാരണം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ ജന്മഗൃഹം പൊളിക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് ഇപ്പോൾ സാധിക്കില്ല. കാരണം എനിക്ക് ശാന്തിഗിരിയുമായിട്ട് തന്നെ ഒരു 5-6 കേസ് അന്ന് നിലനിൽപ്പുണ്ട്, കുറഞ്ഞത് ഇഷ്ടംപോലെ പരാതികളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിരിക്കുന്ന പല പല കേസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിലനിൽക്കുമ്പോൾ
ഈ കേസും കൂടി എനിക്ക് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്, പക്ഷേ നിർബന്ധപൂർവ്വം അജിത്തും ഉഷാമ്മയും, അങ്ങനെ അജിത്തിൻ്റെ അമ്മയും കുഞ്ഞിക്കണ്ണൻ സാറും പിന്നെ ജിത്തു, പിന്നെ ബാലൻ പൂവള്ളി, പിന്നെ നമ്മുടെ ബബലുണ്ണൻ, പിന്നെ ഗോപാലകൃഷ്ണൻ സാറ്, പിന്നെ അങ്ങനെ എനിക്ക് പേരറിയാൻ മേലാത്ത ഒട്ടനവധി ആൾക്കാർ ചുരുങ്ങിയ സമയം കൊണ്ട് പണം സമാഹരിച്ച് തന്നുകൊണ്ടാണ് ആ കേസ് കൊടുക്കാനും അത് ഇന്ന് വരെ നിലനിൽക്കാനും സാധിക്കുന്നത്. ഇനിയും അതിൻ്റെ പ്രധാനപ്പെട്ട പല കേസിൻ്റെ ഘട്ടങ്ങളിലേക്കും കടക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അത് 16/12/2019 ആ കേസ് ഫയൽ ചെയ്യുന്നത്. അത് പിന്നീട് ഗുരുമാർഗം പ്രകാശ് സഭ ഏറ്റെടുക്കുകയായിരുന്നു. പിന്നെ വന്നതെന്ന് പറഞ്ഞാൽ എനിക്കെതിരെ കൊടുത്തൊരു മാനനഷ്ട കേസ്. ആ കേസും സംഘടനയാണ് ചെയ്തത്, സംഘടനയാണ് നടത്തിയത്. ആ കേസിലെന്ന് പറഞ്ഞാൽ 163/2017 ആ കേസെന്ന് പറഞ്ഞാൽ നമ്മുടെ അഡീഷണൽ സബ് കോർട്ട് തിരുവനന്തപുരം അവിടെയാണ് നടന്നത്. 163/2017 അതിൻ്റെ നമ്പർ. ആ കേസെന്ന് പറഞ്ഞാൽ ഗുരുരത്നസ്വാമിക്കും അമൃതാചന്യക്കുമെതിരെ ചന്ദ്രബാബു എന്ന് പറയുന്ന ആൾ സോഷ്യൽ മീഡിയയിലൂടെ ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എന്താ പറയുക, ഇതിലൂടെ ഒട്ടനവധി കാര്യങ്ങൾ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞുള്ളൊരു കേസായിരുന്നു. അപ്പോൾ ആ കേസിൽ എൻ്റെ ഭാഗം ആയതെന്ന് പറഞ്ഞാൽ 2023 മാർച്ച് 1 അതിൻ്റെ വിധി വരുന്നത്. അപ്പോൾ അതിനു മുമ്പ്, വിധി വരുന്നതിന് തൊട്ട് മുമ്പ്, കേസ് ഡിസ്പോസ് ആകുന്നതിന് തൊട്ട് മുമ്പെന്ന് പറഞ്ഞാൽ സാക്ഷ്യപ്പട്ടികയും അതിൻ്റെ അനുബന്ധ രേഖകളും ഹാജരാക്കാൻ പറഞ്ഞതിനോട്. അപ്പോൾ ഞാൻ അഡ്വക്കേറ്റ് മുഖാന്തരം ഈ രേഖകളും സാക്ഷ്യപ്പട്ടികയും കൊടുത്തതിൻ്റെ പ്രകാരം ഗുരുരത്നസ്വാമി എന്ന് പറഞ്ഞ ആൾ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഈ 25 ലക്ഷം രൂപയ്ക്ക് എനിക്ക് മാനനഷ്ടം കൊടുത്തപ്പോൾ അതിലേക്കെന്ന് പറഞ്ഞാൽ 2.5 ലക്ഷം രൂപ കെട്ടിവെക്കണം 10%. പിന്നെ അത് കൂടാതെ എന്ന് പറഞ്ഞാൽ വക്കീൽ ഫീസ് 6-7 വർഷം ഈ കേസ് നടത്തിയിട്ട്, എന്ന് വെച്ചാൽ 2017 തുടങ്ങിയ കേസ് 2023 മാർച്ച് വരെ ആ കേസ് നിലനിന്നിരുന്നു. അവസാനം ഗുരുരത്നസ്വാമി എന്ന് പറഞ്ഞ ആൾ നിരുപാധികം പിൻവലിച്ചു കളഞ്ഞു ആ കേസ്. കാരണം അദ്ദേഹത്തിന് ആ സാക്ഷികളെ കൊണ്ടുവരാനോ ആ രേഖകളെ ഫേസ് ചെയ്യാനോ സാധിക്കില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ സാക്ഷികൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് ബുദ്ധിമുട്ടാവും പല കാര്യങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് ആ കേസ് പിൻവലിച്ചു. അപ്പോൾ ഇത്രയും കേസുകളാണ് ഗുരുമാർഗം പ്രകാശ് സഭയുടെ കെയർ ഓഫിൽ കൊടുത്തിരുന്നത്. പിന്നീട് ഇപ്പോൾ ഒരു കേസ് കൂടി പുതിയത് കൊടുത്തിട്ടുണ്ട്, ഒരു ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് പുറത്ത് പറയാൻ പറ്റാത്തതുകൊണ്ട് അത് പറയുന്നില്ല. അപ്പോൾ 7 കേസോളം നിലവിലുണ്ടായിരുന്നു. അതിൽ 3 കേസിൽ അനുകൂല വിധി കിട്ടിയിട്ടുണ്ട്. ഒരു കേസെന്ന് പറഞ്ഞാൽ അവർ പിന്നെ എന്താ പറയുക, പിൻവലിച്ചു കളഞ്ഞു. കേസ് എന്ന് വെച്ചാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അവർക്ക്. ആ കേസ് അവർ തോറ്റുപോകും. അതുകൊണ്ട് അല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരും. അതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ പിന്നെ പറയാം. അപ്പോൾ ഇത്രയും കേസ് 7 കേസിൽ 3 കേസ് അനുകൂല വിധി കിട്ടിയിട്ടുണ്ട് ഗുരുമാർഗം പ്രകാശ് സഭ. പിന്നെ 2 കേസ് ലൈവായിട്ട് നിലനിൽക്കുകയാണ്. ഒന്ന് ബയലോടെ കേസ്, അത് ശശിയേട്ടൻ പ്രസിഡൻ്റായിരുന്ന ശശിയേട്ടൻ്റെ കെയർ ഓഫിലുള്ള അഡ്വക്കേറ്റ് കൊടുത്തതാണ്. അത് അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണത്. അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും തിരക്കുകയും ചെയ്യേണ്ടത്. എൻ്റെ രേഖകളെല്ലാം കൊണ്ട് ഞാൻ കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഈ അജിത് കുമാറിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ അജിത് കുമാർ അതിൻ്റെ അനുബന്ധ രേഖകൾ അവിടെ അഡ്വക്കേറ്റിന് കൊണ്ട് കൊടുക്കാത്തത് കൊണ്ടാണ് ഈ കേസ് പെൻഡിങ് ആയിപ്പോയത്. കാരണം പിന്നെ അതുകൂടാതെ തന്നെ മാസ് പെറ്റീഷൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മാസ് പെറ്റീഷൻ രേഖകളും അവിടെ ഈ സംഘടനയിലുള്ള സ്പ്ലിറ്റ്നെസ് കാരണം എന്ന് വെച്ചാൽ മഹേഷണ്ണൻ പോയി അപ്പോഴുള്ള മഹേഷണ്ണൻ ആ കേസിൽ മാസ് പെറ്റീഷനിലില്ല. പക്ഷേ രാജേന്ദ്ര പ്രസാദ് സാറും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായ പ്രിയമത ചേച്ചിയും അതിലുണ്ട്, ഞാനുണ്ട്. അതിൽ ഒറിജിനൽ ഡോക്യുമെൻ്റ് ഉള്ളത് എൻ്റെ കയ്യിലും അവരുടെ കയ്യിലും മാത്രമാണ്. ബാക്കിയെല്ലാം എന്താ പറയുക, കൊടുത്തതിന് രേഖകൾ ഇല്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഗുരുമാർഗം പ്രകാശ് സഭയുടെ ട്രഷറായിരുന്ന അജിത് കുമാർ പറഞ്ഞ ആ 2 കേസിൽ വിധി കിട്ടിയിട്ടുള്ളൂ, 3 കേസിൽ വിധി കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന കാര്യങ്ങളും, പിന്നെ ഗുരുമാർഗം പ്രകാശ് സഭ കൊടുത്തിരിക്കുന്ന കേസുകളും. ഇനിയും ഒട്ടനവധി കേസുകൾ കൊടുക്കാൻ ആൾക്കാർ റെഡിയായി നിൽപ്പുണ്ട്. രേഖകളുണ്ട്, അനുബന്ധ കാര്യങ്ങളുണ്ട്. ഈ ശാന്തിഗിരി എന്നുള്ള ചതി മൂലം സംഭവിച്ച കാര്യങ്ങളിൽ. പക്ഷേ അതിലേക്കൊന്നും എത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താ പറയുക, സത്യസന്ധമല്ലാത്ത എന്ന് വെച്ചാൽ പൂർണ്ണമല്ല സത്യം പറഞ്ഞതിൽ. അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട്. കാരണം പല പ്രാവശ്യവും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടും ആ രേഖകൾ അദ്ദേഹം കൊണ്ട് കൊടുത്തില്ല. അതുകൊണ്ട്
ആണ് അദ്ദേഹത്തിൻ്റെതും പിന്നെ ബയലോടെ കേസും പെൻഡിങ് ആയിരിക്കുന്നത്. ബാക്കിയെല്ലാം എന്ന് വെച്ചാൽ 3 വിധികളും കൃത്യമാണ്. ആ 3 വിധികളും നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം, സെർച്ച് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ പത്മപ്രകാശസ്വാമിയുടെ WPC നമ്പർ 17388/2021, പിന്നെ അത് പോലീസ് പ്രൊട്ടക്ഷൻ്റെ. പിന്നെ രണ്ടാമത്തെ വിധി എന്ന് പറഞ്ഞാൽ വിനീഷ്, മഹേഷ് കുമാർ, അഞ്ച്കുമാർ അവർക്ക് കിട്ടിയ പോലീസ് ഹരാസ്മെൻറ്റിന് എതിരായിട്ടുള്ളൊരു വിധി എന്ന് വെച്ചാൽ WPC നമ്പർ 17818/2021 അതും. പിന്നെ കിട്ടിയിരിക്കുന്ന വിധി എന്ന് പറഞ്ഞാൽ നമ്മളുടെ 13 പേർക്ക് അത് തന്നെ വേറൊരു കാര്യത്തിൽ കേസ് വന്നപ്പോൾ പറഞ്ഞ പോലെ 13 പേർക്ക് WPC നമ്പർ 19234/2021 ഇത്രയും കേസുകൾക്ക് അനുകൂല വിധി കിട്ടിയിട്ടുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള മറുപടിയാണ്. പക്ഷേ ജന്മഗൃഹത്തിൻ്റെ കേസിലൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൃത്യമായിട്ട് അതിൽ ഇടപെട്ടിട്ടുണ്ട്, നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പം അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്നുള്ളത് അറിയില്ല. അദ്ദേഹം അതിനെക്കുറിച്ച് പഠിക്കാതെ പറഞ്ഞതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ അദ്ദേഹം അത് തിരുത്തണം. ഇത്രയും കേസുകളാണ് ഗുരുമാർഗ്ഗം പ്രകാശയുടെ കെയർ ഓഫ് എന്ന് പറഞ്ഞാൽ നേരിട്ടല്ല, വ്യക്തികൾക്കുള്ള സഹായം. അത് ഗുരുമാർഗ്ഗം പ്രകാശയുടെ ബൈലോയിലെ പ്രഖ്യാപിത നയമാണ്. കാരണം ഗുരുവിൻ്റെ ആശയം പുനഃസ്ഥാപിക്കുന്നതിന് അടിയന്തര ഘടകമാണ് ഈ നിയമപരമായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. കാരണം ബൈലോകളിലൊക്കെ ഒത്തിരി കൃത്രിമത്വം നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതുകൊണ്ടാണ് ഇങ്ങനൊരു അപജയം ഗുരുവിൻ്റെ പ്രസ്ഥാനത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ആത്മീയപരമായും ഭൗതികപരമായും നിയമപരമായും നേരിട്ട് അത് കൈകാര്യം ചെയ്താൽ മാത്രമേ ഈ പറയുന്ന രീതിയിലേക്ക് ഗുരുവിൻ്റെ ആശയത്തെ കൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഓരോ കേസിനെ സംബന്ധിച്ചും ഇപ്പോൾ ജന്മഗൃഹത്തിൻ്റെ കേസായാലും ബൈലോയുടെ കേസായാലും പത്മപ്രകാശയുടെ പോലീസ് പ്രൊട്ടക്ഷൻ്റെ കേസായാലും കൊള്ളാം, അദ്ദേഹം അതിനെക്കുറിച്ച് അനുബന്ധമായിട്ടുള്ള എല്ലാ കേസുകളും കൃത്യമായിട്ട്, കാരണം ഇനി നാളെ ഒരിക്കലും ഒരു ആശയക്കുഴപ്പം ആർക്കും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ ഗുരുമാർഗ്ഗം പ്രകാശയുടെ വൈസ് പ്രസിഡൻ്റായിരുന്ന സമയത്ത് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. അത് വെറുതെ ഏൽപ്പിച്ചതല്ല, കാരണം എൻ്റെ കയ്യിൽ അതിനനുബന്ധമായ രേഖകളുള്ളതുകൊണ്ട് അങ്ങനെ എത്തിപ്പെട്ടതാണ്. മനസ്സിലായി? അപ്പോൾ അത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് അടുത്ത ഓരോ കേസുകളും വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് അതിനെ വിശദമായിട്ട് ആൾക്കാർക്കെല്ലാം മനസ്സിലാകുന്ന രീതിയിൽ മെറിറ്റിൽ കടക്കാതെ, കാരണം പറയാൻ പറ്റുന്ന കേസുകൾ മാത്രം പറയും. അത് കഴിഞ്ഞിട്ട് ബാക്കി ഇതിനു മുമ്പേ തൊട്ടുള്ള പ്രവർത്തനങ്ങളുടെ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളും പിന്നീട് വരുന്നതാണ്. അപ്പോൾ അത് അടുത്ത വീഡിയോ വരുന്നവരെ സദ്ഗുരുസമം.